വെഞ്ചരിച്ചു, അച്ഛൻ വണ്ടി വെഞ്ചരിച്ചു, ഞങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു. ഫുൾ സെറ്റ്, ഫുൾ ലോഡ്. പോവാ. ഇനിയിപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ കാപ്പി പിടിച്ചു, അവൻ കാപ്പി പിടിച്ചിട്ടില്ല. അപ്പോൾ കാപ്പി കുടിക്കണം, എന്നിട്ട് നേരെ പോവുക, പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നേരെ വിടുന്നു. നമ്മൾ ഇപ്പോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ ചാർമാടിഘാട്ടി വഴി പോവാം, അല്ലെങ്കിൽ ഷീരാടി വഴി പോവാം. 2 ഓപ്ഷനുണ്ട്. നോക്കണം, ഷീരാടി വഴി പോകാമെന്നാണൊരു പ്ലാന്. ഷീരാടി വഴി തന്നെ പോകണം, നോക്കണം. ഷീരാടി വഴി എന്ന് വെച്ചാൽ കുറച്ചും കൂടി സുഖമുണ്ട്. എന്നാ പറ്റിയാവോ? വീണോ? നമ്മളങ്ങനെ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് ഈ ഏരിയയിൽ അത്യാവശ്യം നല്ല പെട്രോള് കിട്ടുന്ന ഒരു പമ്പാണ്. ഓക്കെ, അതിന് വേണ്ടി അവിടെ ഇഷ്ടംപോലെ പമ്പുണ്ട്. എന്നാലും ഈ പമ്പിൽ വന്ന് അടിച്ചാലൊരു തൃപ്തി ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചു വെച്ചും നമുക്ക് പോകാം. പെട്രോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇവിടെ പെട്രോൾ ഉണ്ടാവത്തില്ല, അതാണ് സീൻ. ಸಾವಿರದ 50, 1050. ಕ್ಯಾಶ್ ಸ್ಕ್ಯಾನ್ ಇಲ್ವಾ? ಹಾಂ, ಹಂಗೆ. ഗൈസ്, അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു അത്യാവശ്യം സെറ്റായി. നമ്മൾ ബാഗ് കുറച്ച് സീനുണ്ട്, വലിയ കുഴപ്പമില്ല. ഗ്ലൗസും ചെറിയ സീനുണ്ട്, കുഴപ്പമില്ല. സീറ്റൊക്കെ അത്യാവശ്യം ഹൈറ്റൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്, വലിയ സീനില്ലാത്ത പോലെ. കണ്ണാടി സെറ്റ്. ധർമ്മസ്ഥലം കഴിയുമ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ട് ഓഫാക്കി വെക്കാം, അല്ലെങ്കിൽ ചാർജ് കിട്ടില്ല. ഡ്രിഫ്റ്റർ ഗൈസ്, പുതിയ ഹെൽമെറ്റ് 1800 ഹെൽമെറ്റ് ബാംഗ്ലൂർ പോകാൻ വേണ്ടി മേടിച്ചതാണ്. ഫുൾ സിസ്റ്റം, നീണ്ട സ്പോയിലർ, പക്ഷെ ചെക്കന് ഇഷ്ടമല്ല. നീണ്ട സ്പോയിലർ ഉണ്ട്, പക്ഷെ ഇഷ്ടമല്ല. ആ, ഷിരാടി ഘാട്ടി എത്തിയില്ല. ഇപ്പോൾ കിട്ടില്ല വ്യൂ. അവിടെ റോഡ് പണി ആയിക്കൊണ്ടിരിക്കുകയാണ്, നാഷണൽ ഹൈവേയുടെ ബാംഗ്ലൂർ ടു മാംഗ്ലൂർ. സಕಲೇಶ್ಪುರ 38 കിലോമീറ്റർ, ബംഗളൂരു 261 കിലോമീറ്റർ. $261 കിലോമീറ്റർ ബാംഗ്ലൂർ. അപ്പം മൊത്തം ഞങ്ങൾക്ക് 300 കിലോമീറ്റർ ഉണ്ട്. 300 അല്ല, 300 ചില്ലറ ഉണ്ട്. അപ്പം ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, നിർത്തിക്കുവോ? അറിഞ്ഞുകൂടാ, നിർത്തിച്ച നോക്കാം. താഴെ വലിയ പുഴയുണ്ടല്ലോ, നേരത്തെ കാണിച്ചത്. അതിന് ഒരിടത്തും നമുക്ക് വ്യൂ കിട്ടാനുള്ള സ്ഥലമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ പുഴ. ഘാട്ടി എന്ത് വിശാലമായ നല്ല റോഡ്. എനിക്കെന്താണ് വെള്ളം ശുദ്ധമായ ഫോക്കസ് കിട്ടുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല. ആ, നല്ല കോൾഡ് വാട്ടർ, കാട്ടിൽ നിന്നെടുത്ത വെള്ളം. ഇപ്പൊ ഫ്രിഡ്ജ് വെച്ച പോലെ ഉണ്ടല്ലേ, മഞ്ഞ് പിടിച്ച പോലെ കിടന്ന സാധനം. ഗായ്സ്, ആന്റണി പുണ്യാളൻ ക്രൂയിസർ. നീ വെള്ളം കുടിക്കണ്ട, ഞാൻ കുടിക്കട്ടെ.
പുണ്യാളന്റെ നടു ഒടിഞ്ഞോ? ഫ്രഷായ വെള്ളം പോകാൻ പറ്റും, ഒന്നും വേണ്ട. പെട്രോളിന് കുപ്പിയാണ് ഞാൻ കഴുകിയെടുത്തത്. അങ്ങനെ നമ്മൾ അവിടുന്ന് 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വണ്ടി എടുത്തു പോന്നു. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ബാഗിൻ്റെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ബാഗ് സീറ്റ് ഹൈറ്റ് ആയത് കാരണം, ബാക്ക് സീറ്റ് ഹൈറ്റ് ആയത് കാരണം ബാഗ് തെന്നിപ്പോരുന്നുണ്ട് ചെറുതായിട്ട്, ലൈറ്റായിട്ട്. അപ്പോൾ തെന്നിപ്പോരുമ്പോൾ എന്ന് വെച്ചാൽ പുറത്തോട്ടല്ലേ ഇരിക്കുന്നത്, നടുവിന് അപ്പോൾ ചെറിയൊരു വേദന. അത് വേറെ സീനൊന്നുമില്ല. കുരങ്ങ വണ്ടികൾ, വലിയ വലിയ ലോറികൾ, അത് ഇതൊക്കെ ഉണ്ട്. ഫുള്ള് സ്ലോ പോണേ. സ്ലോയിൽ പോകാൻ പറ്റുമവർക്ക്. സ്പീഡ് ലിമിറ്റ് 25 കിലോമീറ്ററൊക്കെ കാണിക്കണം. കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ്. ഇവിടെ നിന്ന് അത്യാവശ്യം വിഷയം ആണ്. എന്നാൽ എല്ലാ ഘാട്ടി പോലെ അത്ര വിഷയമുള്ള ഘാട്ടൊന്നും അല്ലാണ് നമ്മുടെ ശീരാടി ഘാട്ടി. ഉള്ള അത്യാവശ്യം ലെവലാണ്, അത്യാവശ്യം നല്ല റോഡ് വീതിയൊക്കെ ഉണ്ട്, അങ്ങനത്തെ സീനൊന്നുമില്ല. പിന്നെ ഈ വഴിയാണെങ്കിലും ഉരുൾപൊട്ടലിൻ്റെ മണ്ണിടിച്ചിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായി മഴ സമയത്ത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കുറവുണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ സീനൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ബസ്സുകളെല്ലാം പോകുന്നുണ്ട്, അത്യാവശ്യം വണ്ടികളെല്ലാം പോകുന്നുണ്ട്. സീനൊന്നും ഇല്ലാന്ന് വിചാരിച്ച് അങ്ങനെ പോവാം. ചെക്കൻ കോർണറിലൊക്കെയാണല്ലോ പോണേ. കോർണറാണെന്നുണ്ട് ഗൈസ്, പക്ഷേ ബാഗ് സൈഡ് പോയാലോ എന്നൊരു ഇത്. പോയി കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പോവും സൈഡിലോട്ട്. അതുകൊണ്ട് സേഫായിട്ട് നേരെ പോവാം. ഇവിടെയൊക്കെ നല്ലോണം ഇടിഞ്ഞിട്ടുണ്ട് സൈഡൊക്കെ. ഇവിടെ സൈഡ് പുഴ, താഴത്തെ പുഴ. അതിനൊരു ബ്രിഡ്ജൊന്നും കിട്ടുന്നില്ല. ബ്രിഡ്ജൊക്കെ കിട്ടിയാൽ നല്ല വ്യൂ കിട്ടിയാൽ, അതിനും ബ്രിഡ്ജൊന്നും കിട്ടിയില്ല. എല്ലാ ഈ സൈഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം, ക്രോസിങ് ഇല്ലാന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. ഇതിൽ ബൈക്കിൽ ഫസ്റ്റ് ടൈം ഞാൻ ഈ ഇതിൽ പോണത്. അല്ലാതെ ബസ്, കാറിന് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ പോയിട്ടുള്ളത്. കൂടുതലും മറ്റേ ചാർമാടി കാട്ടി വഴിയാണ് പോകാറ്, എവിടെ പോകാനാണേലും. ഇതാ ബംഗളൂരു ബസ്. ഇത് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സാണ്, നമ്മുടെ കർണാടക KSRTC. ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നിരുന്നു കാറ് നിർത്തിയിട്ട്. തീരുമാനമായോ? തീരുമാനമായില്ല, ഭാഗ്യം. തീരുമാനമായനെ കേസ്. ഇപ്പോൾ ഇവിടെ കാറുകാരനും ബസ്സുകാരനും കൂടി എവിടെ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അടിച്ചും പിന്നിച്ചാ കയറി വരണേ. കേസ്. അപ്പോൾ വണ്ടിയുടെ പണികൾ എന്നാന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം പണിത് ഓയിൽ സീല് കാര്യങ്ങളൊക്കെ മാറ്റി ഫുള്ള് ഷോക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് തട്ടിക്കൂട്ടി സെറ്റപ്പ്, പഴയ ഹെൽമെറ്റ് മൗണ്ട് ഇരുന്നത് കയറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. വെറുതെ ടാഗ് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം ഫോൺ വെക്കണേ ഹോൾഡർ ഇല്ലായിരുന്നു, അങ്ങനെ ഇതിവിടെ കയറ്റിയിട്ടുണ്ട്. പിന്നെ വേറെന്താ ചെയ്തേ? ക്ലച്ച് ഭയങ്കര ടൈറ്റായിരുന്നു, ഇപ്പോൾ ക്ലച്ചുകൾ മാറ്റി. ഇപ്പോൾ ഫുള്ള് സുഖം, ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്, വേറെ സീനൊന്നുമില്ല. പിന്നെ ബെയറിങ്ങുകൾ മാറ്റി, ടയറിൻ്റെ ബെയറിങ്ങൊക്കെ പോയായിരുന്നു. അപ്പോൾ ഫുള്ള് ബെയറിങ്ങൊക്കെ എല്ലാം മാറ്റി ഫുള്ള് സെറ്റാക്കി. ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ട് ടയർ മാറ്റി. ഫ്രണ്ടിലാണ് മിച്ചലിൻ ഇട്ടായിരുന്നു, ബാക്കിൽ റിയർ ടയറാണെങ്കിലും മിച്ചലിൻ ഇട്ടിട്ടുണ്ട്. മിച്ചലിൻ പൈലറ്റ് സ്ട്രീറ്റ് 2, അത് തന്നെ ടയർ, അതേ സാധനം തന്നെ. അപ്പോളോ നോക്കി, മിച്ചലിൻ നോക്കി, പിന്നെ കുറേ ബ്രാൻഡിൻ്റെ അവർ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പം ഫ്രണ്ട് മിച്ചലിൻ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ടയർ നല്ല ഗ്രിപ്പുണ്ട്, സെറ്റ് ടയറാണ്.
അപ്പോൾ അങ്ങനെ അപ്പോളോ നേരത്തെ നേട്ടറുണ്ട്. അപ്പോളോ എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. അപ്പോഴൊക്കെ നല്ല കിണ്ണ ടയറാണ്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പക്ഷേ മിച്ചലിൻ ട്രൈ ചെയ്യാൻ ഓർത്തു. അങ്ങനെ മിച്ചലിൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, മിച്ചലിന് ഇട്ടേക്കുന്നത് 140/60 റേഡിയൽ ടയർ. അങ്ങനെ ആ ടയർ സെറ്റാണ്. ഇപ്പോൾ വലിയ സീനൊന്നുമില്ല, അത്യാവശ്യം കോർണറിങ്ങൊക്കെ നല്ല കിടലും കോൺഫിഡൻസ് ആണ്. അങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, പക്കായിരുന്നു. പിന്നെ മീറ്ററിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് കേബിളിൻ്റെ ഇഷ്യൂസ്, വയറിങ്ങിൻ്റെ ഇഷ്യൂസാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്പീഡിനെന്ന് വെച്ചാൽ വൃത്തികെട്ടങ്ങനെ സ്പീഡിനെന്ന് വെച്ചാൽ അത് സെൻസർ പോയത്, സെൻസർ ക്രാക്ക് വന്നിട്ടുണ്ട്, ലൈറ്റായിട്ട് സ്മോൾ ക്രാക്ക്. അങ്ങനെ അതുകൊണ്ട് സെൻസറിൻ്റെ ഇഷ്യൂസ് കാരണമാണ് ഇത് സ്പീഡോ കാണിക്കാത്തത്. ബാക്കിയെല്ലാം പക്കയാണ്, വേറെ സീനൊന്നുമില്ല. അങ്ങനെ ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും എടുപ്പിച്ചില്ല, ബാക്കി കണ്ടീഷനാണ്. പിന്നെ എവിടെ കിലി സൗണ്ട് വരുന്നുണ്ട്, അത് എവിടെയൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ അടിയുന്ന ചെയിൻ്റെ എവിടെ നിന്ന് കണ്ടാണ്, ചെയിൻ എവിടെ തട്ടുന്ന അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഘാട്ടി കയറിയിട്ടുണ്ട്. ഘാട്ടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സക്ലേശ്പുര കയറിയോ എന്ന് അറിഞ്ഞുകൂടാ, അതെങ്ങനെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഒന്നും അറിഞ്ഞുകൂടാ. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ലൊക്കേഷൻ പറയാമായിരുന്നു. ഈ സൈഡ് വലിയ പരിചയമില്ല. എന്തായാലും ഘാട്ടി കംപ്ലീറ്റഡ്. പോലീസുകാരാണോ? പോലീസുകാർ. അപ്പം മെല്ലെ പോവാം, അല്ലെങ്കിൽ മെല്ലെ തന്നെ നമ്മൾ പോണേ. പോലീസുകാരാണോ ആണെന്ന് തോന്നുന്നു. പോലീസുകാരുണ്ട്. അതേ ഇവിടെ ട്രാഫിക് ഹൈവേ പെട്രോൾ നിൽക്കുന്നു. ചേട്ടാ ഹെൽമെറ്റൊന്നും ഇല്ലേ? ഹെൽമെറ്റൊക്കെ വെച്ച് പോയി ചേട്ടാ. അങ്ങനെ നമ്മൾ ഘാട്ടെല്ലാം കഴിഞ്ഞ സക്ലേശ്പുര. ലെറ്റ്സ് ഗോ. സക്ലേശ്പുര കറക്റ്റ് 1 മണി പക്ക. 12:59. 1 മണി. 3/4 മണിക്കൂർ എടുത്തു ഘാട്ടി. 3/4 മണിക്കൂറോ 1 മണിക്കൂറോ? 1 മണിക്കൂർ. 1 മണിക്കൂർ എങ്ങാണ്ട് എടുത്തു. വിഷയമില്ല, സെറ്റ്. നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാണ്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ടിക്ക, പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. സലാഡ്, പിന്നെ എന്നാണ് എന്തോ അറിയാം, സാമ്പാർ, ചിക്കൻ ചാറാ. അപ്പോൾ അത് ചിക്കൻ ചാറ്, സാമ്പാർ ഞാൻ തുടത്തില്ല. ഒന്നും പറയാനില്ല, അടിപൊളി സാധനം, ഭയങ്കര ആവി, നല്ല ചൂട്. നമ്മളിവിടെ ഒരു പമ്പിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഫുള്ള് അവിടെ മഴയായിരുന്നു ഗൈസ്. മഴ ആയതുകൊണ്ട് എല്ലാം വെച്ച് കെട്ടി റെയിൻകോട്ടൊക്കെ ഇട്ടു. ഒരു 100 മീറ്ററും കൂടെ മാറി കഴിഞ്ഞപ്പോഴത്തേനും മഴയില്ല, ഫുള്ള് വെയില് ഗൈസ്. അപ്പോൾ അതേ ഒരു തളർന്ന് കുത്തി കിടക്കുന്നു. പോയി, നടു പോയി, കുണ്ടി പോയി, എല്ലാം പോയി. ഇവിടെ ഉറുമ്പ് പിന്നെ ഡിസ്കോ പോയി തൊട്ടോ. ഡിസ്കോ നല്ല ചൂടായിരിക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് 1.5 മണിക്കൂർ ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. കുഴപ്പമില്ല, വലിയ സീനൊന്നുമില്ല. പെട്രോൾ പമ്പിൽ റൂം തരുന്നു. പെട്രോൾ
വിശാലമായി കിടക്കുന്ന കിണ്ണങ്കാച്ചി റോഡ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ റോഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ബാംഗ്ലൂർ 116 കിലോമീറ്റർ ഉണ്ട്. 116 കിലോമീറ്റർ ബാംഗ്ലൂർക്ക്. ഞങ്ങളുടെ റൂമുള്ള ലൊക്കേഷനിലൊക്കെ എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അധികമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ലൈറ്റായിട്ട് നല്ല ക്ഷീണമുണ്ട്, ലൈറ്റ് ക്ഷീണം. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം റെസ്റ്റ് എടുത്ത് വന്നുകൊണ്ട് സീനില്ല. ഇനിയിപ്പോൾ കുണികൽ കഴിഞ്ഞാൽ നിലമംഗല കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കട്ട് ചെയ്ത് റൈറ്റ് കയറി നൈസ് റോഡ് കയറണം. നൈസ് റോഡ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് സിറ്റി ഒന്നും കയറാതെ നമുക്ക് ഒറ്റ പോക്കുവാം നേരെ. അത് നൈസ് റോഡ് എന്ന് വെച്ചാൽ മൈസൂർ റോഡാണ്. മൈസൂർ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഞങ്ങൾക്ക് ഇറങ്ങുന്ന കെങ്കേരി രാജരാജേശ്വരി നഗർ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ ആ വഴിയാണ് നമ്മുടെ നൈസ് റോഡ് പോകുന്നത്. മൈസൂർ റോഡ്. ഓക്കെ, അപ്പം അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇറങ്ങി തിരിച്ചു വന്ന് അതാണ് എളുപ്പം വഴി. അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ദാസറള്ളി വഴി അങ്ങനെ കയറി പോവുകയാണെങ്കിൽ ലോങ് ഇതാണ്. നല്ല ട്രാഫിക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ സിറ്റി കൂടെ കയറി പോകണം. അങ്ങനെ ഒരു സംഭവം നോക്കണം. എന്തായാലും നൈറ്റ് ആവും. എന്തായാലും ഇപ്പം തന്നെ എത്ര 6:30 പതിയെ പോകണമുണ്ട്, നേരെ പോകണമുണ്ട്. 6:30 ഇനിയിപ്പോൾ ഒരു 8:30 മണിയുടെ അടുത്ത് ആവും തോന്നുന്നു എത്തുമ്പോൾ. അത്രയാവും എന്തായാലും. പതുക്കെ പോകുന്നുണ്ട്. പിന്നിച്ച് പോകുമായിരുന്നെങ്കിൽ പെടെ 5-6 മണിക്കൂർ മാക്സിമം 7 മണിക്കൂർ അതിനുള്ളിൽ എത്തായിരുന്നു. ഇങ്ങനെ തന്നെ പോവാം. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് എവിടെയെങ്കിലും വെച്ച് വീഡിയോ എടുക്കാം. ഓക്കെ, രാത്രി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ക്യാമറ ചാർജ് തീരെ ഇല്ല, തീർന്നു. അവിടെ ഇപ്പോൾ തീരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തീർന്നാൽ പിന്നെ വീഡിയോ എടുക്കാൻ ശരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ എടുക്കണം. കാരണം ചാർജിങ് പോയിന്റ് ഇല്ല ബൈക്കിൽ. ചാർജിങ് പോയിന്റ് ബൈക്കിൽ ഓപ്ഷനില്ല. അത് വേറൊരു കാര്യം. പിന്നെ പവർ ബാങ്ക് കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ പവർ ബാങ്കിലായാലും ചാർജിന് വെക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഒറ്റ പോക്കാണ്. ഇങ്ങനെ ബോറാവുന്നുണ്ട്. ഇങ്ങനെ പോയി ഒരേ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെ. ഓക്കെ, മറ്റേ ക്രൂസ് കൺട്രോൾ വേണമായിരുന്നു. വെച്ചിടാ നമുക്ക് ചാരി ഇരിക്കായിരുന്നു. വണ്ടി തന്നെ പോയേനെ. അല്ല, ബാലൻസ് ചെയ്യണം.
ബസ് സ്റ്റാൻഡിലുണ്ട്. ആ ഇതെവിടെ? അവിടെ ഉണ്ട്. വേറെ ഓപ്ഷനില്ല, വേറെ അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ബസ് നിർത്തുന്ന സ്ഥലമാണോ? അല്ലല്ലേ. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് മോണെ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അത്രേ ഉള്ളൂ. മൈസൂർ ചെന്നൈ ബാംഗ്ലൂർ പീന്യ. ഓക്കെ. അപ്പോൾ നമുക്കിതിലെ ഒരു 20 കിലോമീറ്റർ 22 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂം എത്തും. ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ. രാത്രിയായി, വെളുപ്പിനെ ഇറങ്ങിയതാ, അത്ര ലേറ്റായി. നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് റൂം 404. ഓക്കെ, കാലി റൂം. ടി വി ഉണ്ട്, വർക്കാവാത്ത ടി വിയാണ്. അയ്യോ, ഇത് അടയുന്നില്ലല്ലോ. ആ, അടഞ്ഞു. വർക്കാവാത്ത ടി വി, വേറൊരു സാധനമില്ല. ഇതാണ് റൂം. നോക്കൂ, ഇതൊരു ബെഡ്റൂം ആൻഡ് അവിടെ കുളിക്കുന്നു സുജൻ. ഇതൊരു ടോയ്ലറ്റ്. അടയുന്നില്ല എടാ, ഇത് അടയുന്നില്ലടാ. ഇത് അടയില്ല, അത് പോയി. ഫുള്ള് നിരത്തി വെച്ചേക്കുവാണ്. നോണ സാധനങ്ങളാണ് ഫുള്ള് നിരത്തി വെക്കുക. ഇത് വേറെ ഒരു ബെഡ്റൂം. അവിടെ ഒരു ബാൽക്കണി ഉണ്ട് പുറത്തോട്ട്. ഇതൊരു കിച്ചൺ, അടക്കള. കിച്ചൺ കാണിക്കാൻ കൊള്ളത്തില്ല, അത് സെറ്റാക്കി എടുക്കണം. ഒന്നുമില്ല, ടൈല് മാത്രം. തണുപ്പുണ്ട്, ചെറിയ തണുപ്പുള്ള ഒക്കെ സെറ്റാക്കി എടുക്കണം. ഫുള്ള് ഭിത്തിയൊക്കെ പൊളിഞ്ഞിരിക്കുക. ബാക്കി കൊള്ളാം. പുറത്തെ വ്യൂ.